ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സ് പാർട്ടിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ചെറിയ കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. RRB ഗ്രൂപ്പ് ഡിക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബ് എന്ന ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The filament of a bulb is made extremely thin and long in order to achieve. അതായത് ഒരു ബൾബിന്റെ ഫിലമെന്റ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ തിന്നായും ലോങ് ആയുമാണ്. എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ്. അതായത് ഉയർന്ന പ്രതിരോധം നേടുന്നതിനാണ് ഫിലമെന്റ് നീളമുള്ളതും കനം കുറഞ്ഞതുമാക്കുന്നത്. ദൈർഘ്യം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, അതുപോലെ തന്നെ വ്യാപ്തി കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ഫിലമെന്റ് ആണെങ്കിൽ അതിൻ്റെ പ്രതിരോധം എന്ത് ചെയ്യും? വർദ്ധിക്കും അല്ലേ? അപ്പോൾ ഉയർന്ന പ്രതിരോധം ലഭിക്കാൻ ഇത് സഹായകമാകും. ഈ ഉയർന്ന പ്രതിരോധം ഫിലമെന്റിനെ ചൂടാക്കുകയും പ്രകാശം പുറത്തുവിടാനും സഹായിക്കുന്നു. അപ്പോൾ ബൾബിന്റെ ഫിലമെന്റ് എക്സ്ട്രീംലി തിന്നായും ലോങ് ആയും നിർമ്മിച്ചിട്ടുള്ളത് ഹൈ റെസിസ്റ്റൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഈസ് റിക്വയർഡ് ഫോർ എ മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ ഫിലമെന്റ് ഓഫ് എൻ ഇലക്ട്രിക് ബൾബ്? ഒരു ഇലക്ട്രിക് ബൾബിലെ ഫിലമെന്റ് ഉണ്ടാക്കുവാനുള്ള മെറ്റീരിയലിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത്? അതായത് ഇവിടെ നമ്മൾ ഫിലമെന്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിന് വേണ്ട പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹൈ റെസിസ്റ്റിവിറ്റി. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ സ്വഭാവ ഗുണമാണ്. അതായത് ഇപ്പം നമ്മൾ ഫിലമെന്റ് ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ? ടങ്സ്റ്റൺ അല്ലേ? അപ്പോൾ ഫിലമെന്റിനായിട്ട് ടങ്സ്റ്റൺ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ ബേസിലാണ്. അപ്പോൾ ടങ്സ്റ്റന്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാ? വളരെ കൂടുതലും മെൽറ്റിംഗ് പോയിന്റ് റെസിസ്റ്റിവിറ്റിയും വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും വളരെ കൂടുതലാണ്. അപ്പോൾ ഫിലമെന്റിന്റെ ആകൃതിയോ വലിപ്പമോ ഒന്നും എന്തിനെ ബാധിക്കുന്നില്ല? റെസിസ്റ്റിവിറ്റിയെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഇൻ കേസ് ഓഫ് ആൻ ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബ്? ഒരു ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. അതായത് ഇതിന് ബേസിക് ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. ഒരു ഫിലമെന്റ്, പിന്നെ ഒരു ഗ്ലാസ് ബൾബ്, പിന്നെ ഒരു ബേസ്. അപ്പോൾ ഫിലമെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള ഭാഗമാണ് ഫിലമെന്റ് എന്ന് പറയുന്നത് അല്ലേ? ഇതിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയലാ? ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതിന് കാരണം എന്താ? അതിന്റെ ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റൻസുമാണ് അതിന് കാരണം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ചൂടാക്കിയാലും അത് ഉരുകില്ല. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ചൂടാകാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ടാണ് ഗ്ലാസ് ബൾബ് എന്ന് പറയുന്നത്. അതായത് ഫിലമെന്റിനെ നമ്മളൊരു ഗ്ലാസ് ബൾബ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫിലമെന്റിനെ ഓക്സിജനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഗ്ലാസ് ബൾബിനകത്ത് ആർഗൺ പോലുള്ള വാതകങ്ങൾ, ആർഗൺ, നൈട്രജൻ അങ്ങനെയുള്ള വാതകങ്ങളാണ് പൊതുവെ നിറയ്ക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ നിറയ്ക്കുന്നത്? ഫിലമെന്റ് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതായത് ആ ഫിലമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർഗൺ പോലുള്ള വാതകങ്ങൾ നമ്മൾ നിറയ്ക്കുന്നത്. പിന്നെ വൈദ്യുതാഘാതം തടയാനും അതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ബേസ് അല്ലേ? ഇനി നെക്സ്റ്റ് പാർട്ടാണ് ഇത് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ബൾബിനെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബേസ് എന്ന് പറയുന്ന പാർട്ട് ഉപയോഗിക്കുന്നത്. അത് അലുമിനിയം അല്ലെങ്കിൽ ബ്രാസ് അങ്ങനെയുള്ള മെറ്റീരിയൽസിലാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഇൻ കേസ് ഓഫ് എൻ ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബ്? അപ്പോൾ ഒരു ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബിലെ കുറിച്ചിട്ട് എന്ത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ശരിയാണോ എന്ന് നോക്കാം. അതായത് ഫിലമെന്റ് നിർമ്മിച്ചിട്ടുള്ളത് ടങ്സ്റ്റൺ അല്ലെങ്കിൽ നിക്രോം കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. ടങ്സ്റ്റൺ യൂസ് ചെയ്യും, പക്ഷെ നിക്രോം നമ്മൾ യൂസ് ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് കേസ്, ദ ഗ്ലാസ് എൻവെലപ്പ് കവറിംഗ് ദി ഫിലമെന്റ് ഈസ് ഫിൽഡ് വിത്ത് ഇനാക്റ്റീവ് ഗ്യാസസ് സച്ച് ആസ് നൈട്രജൻ ഓർ ആർഗൺ. അതാണ് കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു 3 പാർട്ട് ഉണ്ട് ഒരു ഫിലമെന്റിന്. ഒരു ഫിലമെന്റിലല്ല, സോറി, ഒരു ഇൻകാൻഡസെന്റ് ഫിലമെന്റ് ബൾബിന് 3 പാർട്സ് ഉണ്ട്. ഒന്ന് ഫിലമെന്റ്, ഒന്ന് ഗ്ലാസ് ബൾബ്, പിന്നത്തത് ബേസ് അല്ലേ? അപ്പോൾ ഇതിലുള്ള ഗ്ലാസ് ബൾബ് എന്നുള്ള പറഞ്ഞ ഏരിയയിലാണ് നമ്മൾ ഫിലമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഗ്ലാസ് ബൾബ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആർഗൺ പോലുള്ള വാതകങ്ങൾ നിറയ്ക്കും. ഇത് ഫിലമെന്റിനെ തകരാതിരിക്കാൻ സഹായിക്കും, വൈദ്യുതാഘാതം തടയാനും ഉള്ളിലെ ഘടകങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ ഗ്ലാസ് എൻവെലപ്പ് കവറിംഗ് ദ ഫിലമെന്റ് ഈസ് ഫിൽഡ് വിത്ത് ഇനാക്റ്റീവ് ഗ്യാസസ് സച്ച് ആസ് നൈട്രജൻ ഓർ ആർഗൺ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.